എല്ലാ ചങ്ങൾക്കും പുതിയ വീഡിയോ ഹാർദമായ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ചെറിയൊരു അൺബോക്സ് വീഡിയോ നമ്മൾ ചെയ്യുന്നത്. ചെറിയൊരു മിനി ട്രൈപോഡിന്റെ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ട്രൈപോഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് തന്നെ വീഡിയോ ഒക്കെ എടുക്കാൻ ആരും സഹായമില്ലാതെ അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് തിരിഞ്ഞാലൊന്നും അതിൻ്റെ ഒരു ക്ലിപ്പ് മിസ്സാകത്തില്ല. അങ്ങനത്തെ ട്രൈപോഡാണ്. ഇതാണ് നമ്മുടെ ട്രൈപോഡ്. ഇതിന്റെ പേര് തന്നെ P01 മാജിക് സ്നാപ്ഷോട്ട് എന്നാണ് ഇത് എഴുതിയേക്കുന്നത്. ആട്ടോ ഫേസ് ട്രാക്കിംഗ് സെൽഫി സ്റ്റിക്ക് ട്രൈപോഡ് എന്നാണ് ഇത് എഴുതിയേക്കുന്നത്. P01 എന്നാണ് ഇതിന്റെ പേര്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഇൻട്രോ കണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഇത് നമുക്ക് ഓപ്പൺ ആക്കി നോക്കാം. ഇതിൻ്റെ എന്തൊക്കെ കിട്ടുമെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് വർക്ക് ആവണമെന്ന് നമുക്ക് നോക്കാം. അൺബോക്സ് ചെയ്യാം. കവറിൻ്റെ അകത്ത് വേറെ ഒന്നുമില്ല. ഈ അൺബോക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതേ കണക്കാണ് നമ്മൾ പ്രൊഡക്റ്റ് ഇരിക്കുന്നത്. ഇവിടെ കാണാം. അപ്പോൾ ആദ്യം എൻ്റെ യൂസർ മാനുവൽ ബുക്കുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഫുൾ കാര്യങ്ങളും ഇതിൽ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഉള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ഈ യൂസർ മാനുവലിൽ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ട്രൈപോഡിൻ്റെ രണ്ടാതിരിക്കണം. അതിൻ്റെ ട്രൈപോഡിൻ്റെ ഇവിടെ കാണാം. നല്ല അടിപൊളിയായിട്ട് അവർ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. രണ്ടാമത് നമ്മളിവിടെ ഇതിലിരിക്കുന്ന അതിൻ്റെ സ്റ്റാൻഡാണ്. ആ സ്റ്റാൻഡ് മാറ്റി വയ്ക്കാം. ഇനി ഈ കാണുന്ന നമ്മുടെ നമുക്ക് പ്രൊഡക്റ്റ് വിളിച്ചെടുക്കാം. ഇതൊരു ചെറിയൊരു കുഞ്ഞൻ ട്രൈപോഡാണ്. ഇതൊരു കമ്പനി ഒന്നിൻ്റെ പ്രൊമോഷൻ വീഡിയോകളെ കാര്യങ്ങളൊന്നുമല്ല. ഇതെൻ്റെ ചാനലിന് വേണ്ടി ഞാൻ മേടിച്ച ഒരു ചെറിയ മിനി ട്രൈപോഡാണ്. ഒറ്റയ്ക്ക് ഞാൻ എൻ്റെ വീഡിയോ എല്ലാം എടുക്കുന്നത് ഒറ്റയ്ക്കാണ്. അപ്പം അതിന് വേണ്ടി ഞാൻ മേടിച്ചതാണ്. അപ്പോൾ ആരും സഹായമില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഓപ്പൺ ആക്കുമ്പോൾ ഇത് മിനി ട്രൈപോഡാണ്. മിനി എന്നുള്ളതിൻ്റെ മിനി ഇവിടെ അവർ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ ഇതാണെങ്കിൽ നമ്മളെ കൈ ഇരിക്കുന്ന ചെറിയൊരു ട്രൈപോഡാണ്. അത് പിന്നെ അതിൻ്റെ ബാക്കിയുള്ള കേസൊക്കെ നമുക്കൊന്ന് പോയി കണ്ടിട്ട് വരാം. ഈ ബട്ടൺ കാര്യങ്ങളൊക്കെ എവിടെയാണ് ഇതിൻ്റെ സ്വിച്ച് ബട്ടൺ കാര്യങ്ങളൊക്കെ നമുക്ക് ആദ്യം അതുകൊണ്ട് ഒന്ന് കണ്ടിട്ട് വരാം. 1/4 nut interface. Camera lens. Indicator light. Switch. Phone holder. 360 rotation. 180 flip. Type C. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് ആ വീഡിയോ കാണിച്ചു നോക്കി. ഇതാണ് അതിൻ്റെ ക്യാമറ. ഈ കാണുന്നതാണ് അതിൻ്റെ ക്യാമറ. അത് കണക്ക് തന്നെ ഇത് അതിൻ്റെ LED ലൈറ്റ്. ഇത് വർക്കാവുന്ന സമയത്ത് ഓണാവുന്ന സമയത്ത് ഇതിൽ റെഡ് ലൈറ്റ് കത്തും. അത് കണക്കിന് നമുക്ക് ഈ ക്യാമറ വർക്കായി സെൻസർ ഓണാവുന്ന സമയത്ത് അതിൽ ഗ്രീൻ ലൈറ്റാണ് കത്തുന്നത്. ഈ കാണുന്ന അതിൻ്റെ പവർ ബട്ടൺ. അത് കണക്കിന് ഇത് നമുക്ക് 360 ഡിഗ്രിയിൽ നമുക്കിത് കറക്കി യൂസ് ചെയ്യാൻ പറ്റും. ഇത് കണക്ക് ഇങ്ങനെ കറക്കി നമുക്ക് 360 ഡിഗ്രിയിൽ ഇത് കറക്കി യൂസ് ചെയ്യാം. അത് കണക്കിന് ഇത് ഫ്ലിപ്പ് ചെയ്യാൻ പറ്റും. ഈ അങ്ങോട്ടും ഇങ്ങോട്ടും. അതിനൊക്കെ നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ ഇപ്പുറം സൈഡിലോട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രൈപോഡ് കറക്കി സമയം കളയാൻ നിൽക്കേണ്ട. ഇത് നമുക്ക് ഇതേ കണക്കിനെ പിടിച്ച് കറക്കി ഓപ്പോസിറ്റോട്ടിലാക്കാം. അത് കണക്കിനെ തിരിച്ച് അതേ കണക്കിനെ ഫ്രണ്ടിലോട്ടും ആക്കാം. അത് ഈസി ആയിട്ട് പറ്റും. വലിയ ടൈറ്റും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനത്തെ അടിപൊളി ട്രൈപോഡാണ്. അപ്പോൾ നമുക്കിത് എവിടെയെങ്കിലും വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ട്രൈപോഡ് നമുക്ക് ഈ മിനി ഗിംബിൽ എവിടെയെങ്കിലും നമ്മൾ ട്രൈപോഡിൽ വെച്ചിട്ട് നമുക്കിത് കണക്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഇവിടെ കാണാം. വലിയ ട്രൈപോഡിലൊക്കെ വെച്ചിട്ട് നമ്മൾ ഹൈറ്റ് അനുസരിച്ച് നമുക്കിത് സെറ്റ് ചെയ്യാൻ പറ്റും. അത് കണക്കിന് നമ്മൾ കിച്ചണിലൊക്കെ വർക്ക് ചെയ്യണവർക്കാണെന്നുണ്ടെങ്കിൽ ഒക്കെ ടേബിളിലൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യണവർക്കാണെങ്കിൽ അത് കണക്കിന് ഇത് കണക്ക് ഇപ്പം ഞാൻ ചെയ്യുന്നവർക്ക് വീഡിയോ ചെയ്യണവർക്കാണ് ഇത് മൊബൈൽ വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ അതിൽ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതിൻ്റെ കൂടെ ഒരു സ്റ്റാൻഡുണ്ട്. ഈ സ്റ്റാൻഡിൽ നമുക്ക് ഇത് കണക്ക് ഇതിൻ്റെ കൂടെ സ്റ്റാൻഡിൽ നമുക്ക് ഇതിനൊക്കെ വെച്ച് ടൈറ്റ് ചെയ്യാം. ഇത് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ കാണാം. ഇത് കണക്ക് അടിപൊളിയായിട്ട് സാധനം എങ്ങും മറിഞ്ഞു പോകാതെ നല്ല സ്റ്റാൻഡാണ്. അടിപൊളി സ്റ്റാൻഡായിരിക്കും. അങ്ങനത്തെ അടിപൊളിയായിട്ടുള്ള മിനി ഗിംബിൾ ട്രൈപോഡാണ്. അപ്പോൾ നമുക്ക് ഇനി ഈ ട്രൈപോഡ് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ആപ്പ് എന്ന് പറഞ്ഞ സാധനം നമ്മളെ മൊബൈലിൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ഇവിടെ ഒരു സെൻസറുണ്ട്. ആ സെൻസറാണ് ഇതിൻ്റെ പ്രവർത്തന കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഞാൻ ഇപ്പോൾ ഇവിടെ വെച്ചിട്ട് ഞാൻ ഇപ്പോൾ ഇങ്ങോട്ട് തിരിയുന്ന സമയത്ത് നിങ്ങൾ ഇവിടെ കാണാം. എൻ്റെ കൂടെ ഈ ഗിംബിൾ ഇങ്ങോട്ട് തിരിച്ചിട്ടുണ്ട്. ഞാൻ ഇങ്ങോട്ട് തിരിയുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ഗിംബിൾ എൻ്റെ കൂടെ ഇങ്ങോട്ട് തിരിച്ചിട്ടുണ്ട്. അങ്ങനത്തെ അടിപൊളി ഗിംബിളാണ്. നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള പ്രവർത്തന കാര്യങ്ങളെല്ലാം നമുക്ക് വെളിയിൽ പോയിട്ട് ഒന്ന് ഡയറക്റ്റ് ഷൂട്ട് ചെയ്ത് നോക്കാം. അപ്പം നേരെ പുറത്തേക്ക്. ഇപ്പോൾ നമ്മൾ പുറത്ത് വന്നിട്ട് നമ്മൾ ട്രൈപോഡ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ട്രൈപോഡ് സെറ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് ഇനി ട്രൈപോഡ് ടൈപ്പുള്ള മിനി നമ്മളെ ഈ ഗിംബിൽ നമുക്ക് സെറ്റ് ചെയ്തിൻ്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ നോക്കാം. നിങ്ങൾക്ക് കാണാൻ അതിൻ്റെ ബേസ് ഞാൻ ഊരിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആ ബേസിൻ്റെ അതേ സെയിം ത്രെഡ് തന്നെ ഇങ്ങനെ ഈ ട്രൈപോഡിൽ വന്നിരിക്കുന്നത്. നമ്മളപ്പോൾ ഇനി ഇതിലോട്ട് വെച്ചിട്ട് ഈ ത്രെഡ് നമ്മൾ വെച്ചിട്ട് ടൈറ്റ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ഇതിലൂടെ വെച്ച് നേരെ കറക്കി ടൈറ്റ് ചെയ്യാൻ പോവുകയാണ്.
അപ്പോൾ നമ്മളിവിടെ ട്രൈപോഡ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ട്രൈപോഡ് സെറ്റ് ചെയ്ത് ഇപ്പോൾ അതിൽ മൊബൈലും കണക്ട് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇതിൻ്റെ പവർ ഓൺ ആക്കി നോക്കാം. ഈ കാണുന്നതാണ് ഇതിൻ്റെ പവർ സ്വിച്ച്. അത് കണക്കിന് ഇതാണ് അതിൻ്റെ സെൻസർ. ഈ സെൻസറിൽ ഇവിടെ ആളൊരു നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഒരു ആൾ നിൽക്കുന്ന പടം കൊടുത്തിട്ടുണ്ട്. അത് കണക്കിന് ആൾ ഇതിന് ഇരിക്കുന്ന ഒരു കസേര ചെയറിൽ ഇരിക്കുന്ന പടം കൊടുത്തിട്ടുണ്ട്. അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിന്നാണ് നമ്മൾ ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ സെൻസർ മേലോട്ട് പൊക്കി വെച്ചിട്ട് ഇത് കണക്ക് മേലോട്ട് പൊക്കി വയ്ക്കാൻ പറ്റും. പൊക്കി വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് നമ്മൾ ഫേസ് ഡിക്റ്റേറ്റ് ചെയ്തിട്ട് നമ്മൾ ആ സെൻസർ അതനുസരിച്ച് തന്നെ നമ്മൾ ഗംബിൽ വർക്കാവുന്നതാണ്. അത് കണക്കിന് നമ്മൾ ഈ കസേരയിൽ വല്ലതും ഇരുന്നിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് നമ്മൾ സ്ട്രെയിറ്റ് വെച്ചിട്ട് നമ്മൾക്ക് നമ്മൾ കറക്റ്റ് സ്ട്രെയിറ്റ് വെച്ചിട്ട് നമുക്ക് ചെയ്യുമ്പോൾ ആ സെൻസർ അതേ കണക്ക് കറക്റ്റ് നമ്മൾ സെൻസ് ചെയ്ത് അത് വർക്കാവുന്നത്. അതിനൊക്കെ നമ്മൾ യോഗയും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കിടന്നിട്ടാണ് ചെയ്യുന്നത്. യോഗയും കാര്യങ്ങളൊക്കെയാണ് ചെയ്തത്. ആ വീഡിയോ നമ്മൾ എടുക്കാനുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ കാണാൻ പറ്റും. ഇത് തിരിച്ച് താഴോട്ടും അത് താത്ത് വയ്ക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ തറയിൽ കറക്റ്റ് നമ്മൾ കിടക്കുന്ന പൊസിഷനിൽ ഇരുന്നിട്ട് അത് നമ്മൾ സെൻസ് ചെയ്ത് ഓട്ടോമാറ്റിക് തന്നെ നമ്മൾ ആ മിനി ഗംബിൽ വർക്കാവുന്നതാണ്. അതാണ് നമുക്ക് ഇനി അതൊന്ന് ഓണാക്കി നോക്കാം. ഓണാക്കാനായിട്ട് നമുക്ക് ഇവിടെ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു പവർ ബട്ടൺ ഉണ്ട്. ഈ പവർ ബട്ടൺ ജസ്റ്റ് ഒന്ന് ഞെക്കി പിടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ റെഡ് ലൈറ്റ് കാണാൻ പറ്റും. റെഡ് ലൈറ്റ് കത്തി കിടന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ നമ്മൾ ഗംബിൽ ഓണായിരിക്കുകയാണ് അതിൻ്റെ അർത്ഥം. അതിനുശേഷം നമ്മൾ അതിൻ്റെ സെൻസർ വർക്കാവുന്ന സമയത്ത് ഒന്നും കൂടെ ക്ലിക്ക് ചെയ്ത് നമ്മൾ സെൻസർ വർക്കാവും. സെൻസർ വർക്കാവുന്ന സമയത്ത് ഇവിടെ കത്തുന്നതിൻ്റെ ഗ്രീനാണ്. ഗ്രീൻ കത്തിക്കിടന്ന് നമ്മൾ സെൻസറിലാണ് സംഭവം. നമ്മൾ ഓൾറെഡി ഫേസ് ഡിക്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്. അത് വർക്ക് ചെയ്യുന്നതാണ് അതിൻ്റെ അർത്ഥം. നമുക്ക് ഇനി ഒന്ന് ഓണാക്കി നോക്കാം. ഇപ്പോൾ പവർ ബട്ടൺ ഓണാക്കാൻ പോവുകയാണ്. പവർ ബട്ടൺ ഓൺ ആക്കിയ സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം ഇപ്പം സെൻസർ വർക്കായിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ റെഡ് മാറി ഒരു ഗ്രീൻ ബ്ലിങ്ക് ആവണം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഗ്രീൻ ലൈറ്റ് പച്ച ലൈറ്റ് ബ്ലിങ്ക് ആവണം കാണാൻ പറ്റും. ഇപ്പം നമ്മൾ കറക്റ്റ് സെൻസർ വർക്കായി നമ്മൾ ഡിറ്റക്ട് ചെയ്ത് നമ്മളിപ്പം എങ്ങോട്ട് പോകാൻ അത് കണക്ക് തന്നെ ഈ ഗംബിലും തിരിയും. അത് കണക്കിന് ഇതിൽ 360 ഡിഗ്രി കറങ്ങും. ഈ നമ്മളുടെ ഈ മിനി ഗംബിൽ 360 ഡിഗ്രി കറങ്ങി ഓട്ടോമാറ്റിക്കലി ഷൂട്ട് ചെയ്യുന്നതാണ്. അതിന് വേണ്ടി നമ്മൾ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഇവിടെ കാണാം. ഇതിപ്പോൾ കറങ്ങി ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓട്ടോമാറ്റിക്കലി അത് കറങ്ങി അത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. അപ്പോൾ നമുക്ക് ഈ 360 ഡിഗ്രിയിൽ കറങ്ങുന്നത് സ്റ്റോപ്പ് ആവണമെങ്കിൽ ഒറ്റ ക്ലിക്ക് കൂടെ ചെയ്താൽ മതി. അപ്പോൾ ഈ 360 ഡിഗ്രിയിൽ കറങ്ങിക്കൊണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ആവും. സ്റ്റോപ്പ് ആയതിനു ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാം സെൻസർ ഓഫ് ആയിട്ടുണ്ട്. അവിടെ ഗ്രീൻ മാറിയിട്ട് റെഡ് ലൈറ്റ് കത്തുന്നുണ്ട്. അത് കണക്ക് നമ്മൾ ഫ്ലിപ്പ് ചെയ്ത് ഇത് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പം നമ്മൾ അപ്പർ സൈഡിലാണ് പെട്ടെന്ന് ഷൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ അപ്പർ സൈഡിലുള്ള ആളിന് പെട്ടെന്ന് എടുക്കണമെങ്കിൽ നമുക്ക് ഇവിടെ ഇത് കാണാൻ പറ്റും. ഈ സാധനം നമുക്ക് ഇവിടെ നിന്ന് ഇത് കറക്കാൻ പറ്റും. ഇതേ കണക്ക് തന്നെ ഇങ്ങനെ കറക്കി നമുക്ക് തിരിക്കാൻ പറ്റും. അത് ഇതേ കണക്ക് തിരിച്ച് ഇപ്പുറ സൈഡിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇതേ കണക്ക് തിരിച്ച് ഇപ്പുറ സൈഡിൽ വെച്ചിട്ട് നമുക്കിവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ക്യാമറ നമ്മളെ മൊബൈലിൻ്റെ സ്ക്രീൻ ഇപ്പുറ സൈഡിലായിട്ടുണ്ട്. അത് കണക്ക് തന്നെ തിരിച്ച് അപ്പുറ സൈഡിലോട്ട് ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് കണക്ക് തന്നെ ഇപ്പുറ സൈഡിലോട്ട് തിരിച്ചിട്ട് നമുക്കിത് കറക്കി ഷൂട്ട് ചെയ്ത് നമ്മൾ എങ്ങനെയാണ് നമുക്ക് വേണ്ട അതനുസരിച്ച് നമുക്ക് വെച്ചിത് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമുക്കിതിൻ്റെ സെൻസർ ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. അതിനായിട്ട് നമ്മൾ ബാക്ക് ക്യാമറ മാറ്റി നമുക്ക് ഫ്രണ്ട് ക്യാമറ ആക്കാം. അപ്പോൾ ഞാൻ അത് ഓഫ് ചെയ്ത് ഫ്രണ്ട് ക്യാമറ ആക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഫ്രണ്ട് ക്യാമറ ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ സെൻസർ ഓൺ ആക്കാം. അതിനായിട്ട് വേറെ ഒന്നും ചെയ്യേണ്ടത്, ഇവിടെ ഒരു ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഗ്രീൻ ലൈറ്റ് കത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ എങ്ങോട്ട് പോകുന്നു അതേ കണക്ക് നമ്മൾ ഈ ക്യാമറ നമ്മൾ കറങ്ങി ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾക്ക് മൊബൈലിൽ നമ്മൾ ക്യാമറ എടുത്തിട്ട് നമുക്ക് വേറെ ആളുടെ ആവശ്യമില്ല. ഈ ഒരു ഒറ്റ പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് സ്വന്തമായിട്ട് എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഞാൻ ഇപ്പം എങ്ങോട്ട് തിരിയുന്നു അങ്ങോട്ട് ഇപ്പോൾ നമ്മൾ ഈ ക്യാമറ തിരിയണമെന്ന് നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ ഓൾറെഡി സെൻസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഇങ്ങോട്ട് തിരിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ സ്ക്രീൻ കറങ്ങിക്കൊണ്ട് വരണതാണ്. ഇപ്പോൾ എന്നെ കറങ്ങി അത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇത് കണക്ക് 360 ഡിഗ്രി ഇപ്പം ഓട്ടോമാറ്റിക് അല്ല, ഞാൻ ഇങ്ങനെ 360 ഡിഗ്രി കറങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ വെച്ചേക്കണ മിനി ഗംബിലും നമ്മളെ സെൻസ് ചെയ്തതിന് ശേഷം അത് ഓട്ടോമാറ്റിക്കലി ഇത് കണക്ക് 360 ഡിഗ്രി അത് കറങ്ങണതാണ്. അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നിങ്ങളിതിൻ്റെ ഈ സെൻസർ കറക്റ്റ് നമ്മളെ ഫേസിന് നേരെ വയ്ക്കണം. എന്നാലേ നമുക്ക് കറക്റ്റ് നമ്മളെ ഫേസ് അത് ഡിറ്റക്റ്റ് ചെയ്യുള്ളൂ. ഡിറ്റക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് നമ്മൾ എങ്ങോട്ട് തിരിയണം അതേ കണക്ക് ഇത് ക്യാമറ പതുക്കെ നമ്മൾ കറങ്ങണ സ്പീഡ് അനുസരിച്ച് അതും നമ്മളെ ചെറിയ മിനി ഗംബിൽ കറങ്ങുന്നതാണ്. നിങ്ങൾ ഇവിടെ കാണാൻ ഞാൻ ഇപ്പോൾ ഇങ്ങോട്ട് കറങ്ങി കഴിഞ്ഞപ്പോൾ 360 ഡിഗ്രി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഗംബിൽ നമ്മൾ കൂടെ ഇപ്പോൾ കറങ്ങുന്നുണ്ട്. കറങ്ങി ഇപ്പോൾ നമ്മൾ നൂന്നിട്ടുണ്ട്. ഇനി നമുക്ക് ദൂരം ഒന്ന് നോക്കാം. ഞാൻ ഇപ്പം ശകലം ദൂരോട്ട് പോവുകയാണ്. ഏകദേശം ഇപ്പോൾ ഇപ്പോൾ ഞാൻ ഒരു 2 മീറ്ററിലാണ് നിൽക്കുന്നത്. 2 മീറ്ററിൽ നിന്ന് ഞാൻ ഇപ്പോൾ ഷൂട്ട് ചെയ്യണം. 2 മീറ്ററിൽ നിന്ന് ഷൂട്ട് ചെയ്യുമ്പോഴും ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞ് കഴിഞ്ഞാൽ ഗംബിൽ ഇതാ കറക്റ്റ് ഇങ്ങോട്ട് തിരിയുന്നുണ്ട്. അതിനൊക്കെ ഞാൻ കുറച്ചുകൂടെ ഇങ്ങോട്ട് വന്ന് കാണിച്ചു തരാം. കുറച്ചുകൂടെ ഇങ്ങോട്ട് വന്നാൽ ഇവിടെ കറക്റ്റ് 2 മീറ്ററിൽ ഇതാ കറക്റ്റ് ഇത് വർക്ക് ചെയ്ത് ഈ സൈഡിലോട്ട് തിരിയുന്നുണ്ട്. ഞാൻ കുറച്ചുകൂടെ ഇങ്ങോട്ട് തിരിച്ച് കറങ്ങി കഴിഞ്ഞ് അതും ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങോട്ട് തിരിയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന് പ്രത്യേകിച്ച് നമ്മളെ വീഡിയോ എടുക്കാനായിട്ട് കാര്യത്തിന് വേറെ ആളുടെ ആവശ്യമൊന്നുമില്ല. അത് ഓട്ടോമാറ്റിക്കലി തന്നെ നമ്മളെ സെൻസ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കുക്കിംഗ് ചാനലൊക്കെ ചെയ്യുന്നവർ കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു ചെറിയ മിനി ഗെയിമിൽ ഉണ്ടെങ്കിൽ അവർക്ക് അടിപൊളിയായിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങോട്ട് ചില സമയത്ത് മറന്നു പോകും. ചിലപ്പം വീഡിയോ ഓൺ ആക്കാൻ അല്ലെന്നുണ്ടെങ്കിൽ ക്യാമറ തിരിച്ചു വയ്ക്കാനൊക്കെ
മറന്നു അത് വീണ്ടും ഷൂട്ട് ചെയ്യേണ്ടി വരും. ഇതിനൊക്കെ ഒരു ഗെമ്മിലുണ്ടെങ്കിൽ നമ്മൾ വെച്ചിട്ട് നമ്മൾ കറക്റ്റ് ഫേസ് ആണ് കറക്റ്റ് വെച്ചിട്ട് നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞ് കഴിഞ്ഞാൽ അതേ കണക്ക് അത് കറങ്ങി ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു വീഡിയോയിൽ മിസ്സാവത്തില്ല. അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ള പ്രോഡക്റ്റ്. അപ്പോൾ ഞാൻ ഇതൊരു ഗെമ്പിളിൻ്റെ ഒന്നിന് പ്രൊമോഷൻ വീഡിയോ ആയിട്ട് എടുത്തിരിക്കുന്നതല്ല. ഇത് ഞാൻ എനിക്ക് വേണ്ടി മേടിച്ചൊരു പ്രോഡക്റ്റാണ്. അതിന് എൻ്റെ ചാനലിന് വേണ്ടി മേടിച്ച പ്രോഡക്റ്റാണ്. സ്പീഡൊന്ന് നോക്കാം. ഞാൻ ഇവിടെ നിൽക്കി കഴിഞ്ഞാൽ ഒന്ന് സ്പീഡിനൊന്ന് ഓടി നോക്കാം. അതാ ഇവിടെ നമുക്ക് സ്പീഡിന് ഓടുമ്പോഴും അതിനൊക്കെ നമ്മളെ ഗെമ്പിൽ നല്ല ഫാസ്റ്റായിട്ട് തന്നെ അത് വരുന്നുണ്ട്. ഒന്ന് സ്പീഡിന് ഓടി കഴിഞ്ഞാൽ ഇവിടെ കാണാം നല്ല സ്പീഡിന് തന്നെ നമ്മളടുത്തോട്ട് തിരിയുന്നുണ്ട്. അതിനൊക്കെ നമ്മൾ തിരിച്ചോടിയാൽ തന്നെയും നല്ല സ്പീഡിൽ നമ്മൾ കൂടെ അത് കറങ്ങി ഷൂട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ അടിപൊളി പ്രോഡക്റ്റാണ്. അപ്പോൾ നിങ്ങൾ മേടിച്ചൊന്ന് യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഈ മിനി ഗെമ്പിളിനെ കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അത്രയ്ക്ക് യൂസ്ഫുള്ളായ ഒരു ഗെമ്പിലാണ്. നിങ്ങളിത് വലിയ പൈസയും കാര്യങ്ങളൊന്നുമില്ല. ഇതിന് ഞാൻ ഇവിടുത്തെ ഒരു 10 ദിനാറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 10 ദിനാറ് കൊടുക്കും. നാട്ടിൽ എനിക്ക് തോന്നുന്നത് ഏകദേശം 2000-2500 രൂപ അടുപ്പിച്ച് വരുമെന്നായിരിക്കും എനിക്ക് തോന്നുന്നത് നാട്ടിൽ പൈസ ഇത് നോക്കുന്ന സമയത്ത്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എൻ്റെ അടുത്ത് ബെല്ലൈക്കൺ ആളാക്കിടാനും മറക്കരുത്. നിങ്ങളെ ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതിനൊക്കെ ലൈക്ക് ചെയ്യാൻ നിങ്ങൾ കാണുക. അപ്പോൾ നിങ്ങൾ ലൈക്കും കമൻറ്റും ഷെയർ ചെയ്യണം. നമുക്ക് അടുത്തടുത്ത വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം. അപ്പോൾ നല്ല വർക്കുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.